64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. അങ്ങനെ ഈ പൂരനഗരി കലോത്സവ നഗരിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ പറയാൻ അനവധി കഥകളുണ്ട്, കലകളുണ്ട്. അതിൽ നമുക്ക് തൃശ്ശൂരിന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെയാണ് ഇവിടെ ഈ കലോത്സവ നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 64ാമത് കലോത്സവം ആയതുകൊണ്ട് തന്നെ 64 കുട്ടികളാണ് നിൽക്കുന്ന ആ കുടമാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നിരവധി കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കലോത്സവത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഒന്ന് കണ്ടുവരാം. പൂരപ്പറമ്പിൽ ഇനി കലയുടെ മേളപ്പെരുക്കം. 14 ജില്ലകളിൽ നിന്ന് പൂരങ്ങളുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയ കലാപ്രതിഭകളെ പൂരത്തിന്റെ അകമ്പടിയോടെയല്ലാതെ തൃശൂരുകാർ എങ്ങനെ സ്വീകരിക്കാനാണ്? വടക്കുംനാഥന്റെ മണ്ണിൽ കൊമ്പും കുഴൽവിളിത്താളങ്ങളുടെയും അകമ്പടിയോടെ കുടമാറ്റവും അരങ്ങേറിയപ്പോൾ മിനി പൂരം കണ്ടുകൊണ്ട് കലാകൗമാരത്തിന്റെ ഉത്സവം ഇവിടെ ആരംഭിച്ചു. വേദികൾ, 249 മത്സര ഇനങ്ങൾ, 15,000-ഓളം മത്സരാർത്ഥികൾ. കലകളുടെ ചെപ്പ് തൃശൂരിൽ തുറക്കുമ്പോൾ ഉത്തരവാദിത്ത കലോത്സവം എന്ന സന്ദേശവുമായാണ് വേദികൾ ഉണരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകില്ല. കലോത്സവ വേദികളിലെ ശബ്ദമളക്കാൻ ഇത്തവണ ഡോക്ടർമാരുമുണ്ട്. ശബ്ദമലിനീകരണമില്ലാത്ത കലോത്സവമാകും ഇത്. ജർമ്മൻ പന്തലാണ് മറ്റൊരു പ്രത്യേകത. ചൂട് പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിൽ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പന്തലുകളാണ് തേക്കിൻകാട് മൈതാനത്തെ പ്രധാന വേദികളുടെ കരുത്ത്. ഇനിയുള്ള 5 നാളുകൾ തൃശൂരിന്റെ ഓരോ ഇടങ്ങളിലും കലോത്സവാരവം മുഴങ്ങും. ജൻസികളും ജൻ ആൽഫകളും ഒരുക്കുന്ന പൂരത്തിനൊപ്പം മേളം കൊഴുപ്പിക്കാൻ കൈരളി ന്യൂസ് ഓൺലൈനും ഉണ്ടാകും. കൈരളി ന്യൂസ് ഓൺലൈൻ ഫ്രം തൃശൂർ.